നിസ്കാരം ശരിയായി നിസ്കരിക്കാൻ പറ്റുന്ന ഒരാളുമില്ലാത്ത കാലം വരും. ചെറുപ്പക്കാരെ, നിങ്ങളെ നോക്കിക്കൊണ്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്? എനിക്ക് കേട്ടോളൂ. തതഖാറബൽ അസ്വാഖ്, സൂപ്പർ മാർക്കറ്റുകൾ അടുത്തടുത്ത് വരും, അങ്ങാടികൾ അടുത്തടുത്ത് വരും. ഇനി എന്താ വരാനുള്ളത്? അങ്ങാടികൾ അടുത്തടുത്ത് വരും. തീർന്നിട്ടില്ല കേട്ടോ. കച്ചവടം അധികരിക്കും. ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല, സമയം കുറയായി. കച്ചവടം അധികരിക്കും. ഇനിയും കേട്ടോ, കച്ചവടം അധികരിച്ച് എത്ര വരെ എന്നറിയോ? കച്ചവടത്തിൽ ഭാര്യ ഭർത്താവിനെ സഹായിക്കുന്ന കാലം വരും. കച്ചവടക്കാരനാണ്, ടൗണിൽ സാധനം വാങ്ങാൻ പോയപ്പോ പോയി വരുന്നവരെ കച്ചവടം നടത്തുന്നത് ഭാര്യയാണ്, ഇല്ലേ? അവരെ ഭർത്താക്കന്മാരെ സഹായിക്കും വിധത്തിൽ കച്ചവടങ്ങൾ അധികരിക്കും. തീർന്നിട്ടില്ല, ഇനിയൊന്ന് ബാക്കിയുണ്ട്. സെയിൽസ് ഗേളുകൾ അധികരിച്ചു വരും. മുഹമ്മദ് മുസ്തഫ ആരായത് പറയുന്നത്? മുഹമ്മദ് അഷ്റഫുൽ അറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ നിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. കേട്ടോ, യുദ്ധരംഗത്ത് വാളുണ്ടാവില്ല. എന്താ? യുദ്ധരംഗത്ത് വാളില്ല, ബോംബാണ്, വെടിയാണ്, ടാങ്കാണ്, ബോംബർ വിമാനങ്ങളാണ്. യുദ്ധരംഗത്ത് വാളില്ല. യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പട്ടാളക്കാരെ കൂലിക്ക് വിളിക്കും. അമേരിക്കയുടെ പട്ടാളം വിവിധ രാഷ്ട്രങ്ങളിലാ. എന്തിനധികം ഇറാഖ് കുവൈത്തിനെ ആക്രമിച്ചപ്പോ കുവൈത്ത് അള്ളാനെ വിളിക്കേണ്ടതിന് പകരം അമേരിക്കയെ വിളിച്ചു. ലക്ഷക്കണക്കിന് പട്ടാളക്കാര് കുവൈത്തിലിറങ്ങി. അവര് മടങ്ങിപ്പോയില്ല. ഇന്നും അവരവിടെയുണ്ട്. അഥവാ യുദ്ധത്തിന് വേണ്ടി കൂലി പട്ടാളക്കാരെ വിളിക്കപ്പെടും. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. കേട്ടോ, നമ്മുടെ ഇടയിലുള്ള ഒരു അത്ഭുതം. പോലീസുകാർ അധികരിക്കും. അത് ഖിയാമത്ത് നാളിന്റെ തലേന്നാണ്. മുഹമ്മദ് മുസ്തഫ പോലീസുകാർ അധികരിക്കും. ആണ് പോരാഞ്ഞിട്ട് ഞാനിപ്പോ ഇന്ന് ബാലിന് വേണ്ടി കാറിൽ ഇങ്ങനെ വരുമ്പോ നീലേശ്വരത്ത് വലിയ യോഗം നടക്കുന്നുണ്ട്. ഏതോ ഒരു രാഷ്ട്രീയ പോലീസാണ്. ആണ് മാത്രമല്ല, പെണ്ണുണ്ട്, എന്തിനും റെഡി. അങ്ങനെ അല്ലാതെ ഒരു നിയമം ഇവിടെ നടക്കണില്ല.